പുൽവാമയിൽ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ രാജ്യത്ത് വലിയ ഞെട്ടലുണ്ടായി. ആർക്കാണെങ്കിലും ഞെട്ടലുണ്ടാവും. എനിക്ക് ഞെട്ടലുണ്ടായി. 44 സൈനികർ ഒറ്റയടിക്ക് മരിക്കുന്നു. അതിലധികം ആളുകൾക്ക് പരിക്ക് പറ്റുന്നു. ഒരു വലിയ ദുരന്തം എന്ന രീതിയിൽ നമ്മളൊക്കെ അതിനെ കാണുന്നു. ദേശീയ വികാരം ഉണ്ടാകുന്നു. ആ സന്ദർഭത്തിൽ അപ്പോൾ തന്നെ ചില ബുദ്ധിജീവികൾ ഇതിനെക്കുറിച്ച് ആശങ്ക പുറപ്പെടുവിക്കുന്നു. ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സുരക്ഷാ വീഴ്ച നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായിട്ട്. പക്ഷേ അപ്പോൾ തന്നെ ഇവർ പ്രചരിപ്പിക്കുന്നു ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നരേന്ദ്രമോദി എഞ്ചിനീയർ ചെയ്ത ഒരു തട്ടിപ്പാണ്. അത് സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഉൾക്കൊള്ളുകയില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കാൻ കാരണങ്ങളില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യം അത് ബുദ്ധിജീവികൾക്ക് മാത്രം ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്. പോട്ടെ, ആ ഒരു ചോദ്യം നിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ് തിരിച്ചടിക്കുന്നു എന്ന് പറയുന്നു. 300-ലധികം ആളുകൾ മരിച്ചു എന്ന് മലയാള മനോരമ, മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ള വേറെ ചോദ്യം. അങ്ങനൊരു വാർത്ത വന്ന് ജനങ്ങളൊക്കെ തിരിച്ചടിച്ചല്ലോ, 2 ആഴ്ചക്കുള്ളിൽ തന്നെ അടി കൊടുത്തല്ലോ എന്ന് സമാധാനിച്ച് ആശ്വസിച്ചിരിക്കുമ്പോൾ പറയുന്നു ഇല്ല, യഥാർത്ഥത്തിൽ അടി കൊടുത്തിട്ടില്ല. ഇവിടെ നിന്ന് കുറേ ബോംബ് കൊണ്ടുപോയി എന്നുള്ളത് ശരിയാണ്, വ്യോമാതിർത്തി ലംഘിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതവിടെ കൊണ്ടിട്ട സ്ഥലത്ത് തീവ്രവാദികൾ ആരും ഉണ്ടായിരുന്നില്ല. അവിടെ പൈൻ മരത്തിൻ്റെ ഏതാനും ചില്ലകൾക്ക് മാത്രമേ തകരാറ് സംഭവിച്ചുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ജനങ്ങൾ വിചാരിക്കുന്നു ഇത് പറയുന്ന ആളുകൾ പാകിസ്ഥാൻ്റെ വക്താക്കളാണ്, പാകിസ്ഥാനിലെ കാര്യങ്ങളെങ്ങനെ ഇവർക്കറിയാം. ന്യായമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. അത് കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ ഒരു വൈമാനികൻ പാകിസ്ഥാൻ്റെ പിടിയിലാവും. വൈമാനികൻ്റെ പിടിയിലാവും നിൽക്കുക. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. ഏത് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഏത് സംഘർഷത്തിലും വൈമാനികന്മാരാണെങ്കിലും നാവികന്മാരാണെങ്കിലും കരസേന ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഒക്കെ പിടിയിലാകും. ഇവിടുത്തെ എത്രയോ കരസേന ഉദ്യോഗസ്ഥന്മാർ പട്ടാളത്തിൻ്റെ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. പാകിസ്ഥാൻകാരെ എത്ര പേര് നമ്മൾ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ എത്ര ആൾക്കാരെ തല അവർ വെട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവരുടെ എത്ര പേരുടെ തല നമ്മളിങ്ങോട്ട് വെട്ടിക്കൊണ്ടു. അതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്, പുതുമയൊന്നുമില്ല, കാശ്മീരിൽ പ്രത്യേകിച്ച്. പക്ഷേ ഇവിടെ സംഭവിച്ചൊന്നും ഈ വൈമാനികരെ കൊണ്ടുപോയപ്പോഴത്തേക്കും പ്രതിപക്ഷ പാർട്ടികൾ ഇത് വലിയ ആഘോഷമാക്കി മാറ്റി. ഈ വൈമാനികനെ ഇപ്പം തന്നെ പാകിസ്ഥാൻകാരെ ഇടിച്ച് ചതച്ച് ചമ്മന്തിയാക്കി കൊന്നുകളയും, പിന്നെ അവൻ്റെ ചിതാഭസ്മം പോലും കിട്ടുകയില്ല എന്ന രീതിയിൽ പ്രചരണം നടത്തി. ഇവിടെ ദിവ്യ സ്പന്ദന എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്, സിനിമാ നടിയായിരുന്നു. അവർ സിനിമാ നടി ഒരു ദിവസം കോൺഗ്രസ് വക്താവായിട്ട് മാറി. എന്നിട്ട് അവർ പറഞ്ഞു ഈ വൈമാനികനെ ഇപ്പോൾ കൊണ്ടുവരണം, എനിക്ക് ഈ വൈമാനികനെ കിട്ടിയതിന് ഇന്ന് വൈകുന്നേരം കിട്ടിയില്ലെങ്കിൽ ഞാനിവിടെ കുഴപ്പമുണ്ടാകുന്നു. പക്ഷേ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റെങ്കിൽ വൈമാനികൻ 2-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ ഇവർ നിരായുധരായി. അതുകൊണ്ട് ഈ സംഗതി കയ്യിൽ നിന്ന് പോയി. ഇത് രാഹുൽ ഗാന്ധി ഇമ്രാൻഖാനെ അഭിനന്ദിക്കാൻ എനിക്ക് മനസ്സിലാവും, അദ്ദേഹത്തിൻ്റെ പാകതക്കുറവുകൊണ്ടാണ്. ഇവിടെ ഉമ്മൻചാണ്ടിയെ പോലെ പരിണതപ്രജ്ഞനായ ഒരാൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ്റെ മഹാമനസ്കതയ്ക്ക് നന്ദി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ പെട്ടി വച്ചാൽ പോരെ, വല്ല രക്ഷയും കിട്ടുമോ? പിന്നെ BJP-ക്കാരാണ് മറുഭാഗത്ത് ആലോചിക്കണം. അവർ ഇതുപോലെയുള്ള ഈ കുപ്രചരണത്തിൻ്റെ ആശാന്മാരാണ്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.